തൃശൂരിലെ ലൂർദ് പള്ളിയിൽ സിപിഎം കൗൺസിലർ വിശ്വാസികളെ അവഹേളിച്ചതായി വിശ്വാസികളുടെ ആരോപണം. ഇതിനെയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പറ്റാണ് തൃശൂർ സിപിഎമ്മിന് സംഭവിച്ചിരിക്കുന്നത്. തൃശൂരിൽ ലൂർദ് പള്ളിയിൽ ബിജെപി നേതാവ് സുരേഷ് ഗോപി നൽകിയ സ്വർണ്ണ കിരീടം പള്ളിക്കാർ അറിയാതെ സിപിഎം കൗൺസിലറും സംഘവും പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. പരിശോധനാ ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമായതോടെ ഉദ്ദേശം പരാജയപ്പെട്ടു. വിവരം പുറത്തറിയാതെ കിരീടം തിരിച്ച് പള്ളിയിൽ എത്തിച്ചു. പള്ളിയുടെ ചുമതലയുള്ള സിപിഎം പ്രവർത്തകനും തൃശൂരിലെ പ്രമുഖ സിപിഎം നേതാവും ചേർന്നാണ് കൃത്യം നടത്തിയത്. നഗരത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ വെച്ച് കിരീടം പരിശോധിക്കുന്നതിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തെ സംശയം പ്രകടിപ്പിച്ച് വിവാദമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ ക്രിസ്ത്യാനികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കിരീടത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു അവകാശവാദവും താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപിയും കിരീടം പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് ലൂർദ് പള്ളി അധികൃതരും വ്യക്തമാക്കിയതോടെ വിവാദം അവിടെ അവസാനിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പള്ളി അധികൃതർ അറിയാതെ കിരീടം പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. പള്ളിയുടെ ചുമതലയിലുള്ള സിപിഎം പ്രവർത്തകനായ കൈക്കാരനാണ് ഇതിന് മുൻകൈ എടുത്തത്. പ്രമുഖ സിപിഎം കൗൺസിലറും ഇഡി അന്വേഷണം നേരിടുന്ന ആളുമായ നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത് ചെയ്തത്. എന്നാൽ കിരീടം പരിശോധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്നു പരിശോധനാ ഫലം. ഇതോടെ സിപിഎം കൗൺസിലർ വെട്ടിലായി. ഫലം പുറത്തു വന്നാൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ജനവികാരം ഉണ്ടാകുമെന്നതിനെ തുടർന്ന് ആരും അറിയാതെ വിഷയം ഒതുക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ജ്വല്ലറിയിൽ കിരീടം പരിശോധിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ഉയരുകയാണ്. പള്ളിയുടെ അനുമതിയില്ലാതെ സിപിഎം നേതാവ് ലൂർദ് മാതാവിന്റെ കിരീടം പുറത്തു കൊണ്ടുപോയതിൽ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ പുകയുന്നത്. കിരീടം പരിശോധിക്കേണ്ട എന്ന് പള്ളി കമ്മിറ്റി തീരുമാനിച്ചതിനെ മറികടന്നാണ് ഭക്തൻ നേർച്ച നൽകിയ കിരീടം പരിശോധിക്കാൻ കൊണ്ടുപോയത്. ഇത് വിശ്വാസികളെയും പള്ളിയെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ആരോപണം. വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്നാണ് പുറത്തുവന്ന ചിത്രത്തിൽ ഉൾപ്പെട്ട ജ്വല്ലറിയുടെ വിശദീകരണം. അതേസമയം സംഭവത്തിൽ ആരോപണ വിധേയനായ സിപിഎം കൗൺസിലർ കരുവന്നൂർ കേസിൽ അറസ്റ്റിലായ പി സതീഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഏതു വിധേനയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് തൃശൂരിലുള്ള സിപിഎംകാരുടെ പ്രമുഖമായ ലക്ഷ്യം എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ദിവസവും സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ സുരേഷ് ഗോപിയെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിലൊന്നായിരുന്നു കലാമണ്ഡലം ഗോപി ആശാന്റെ മകനെ സ്വാധീനിച്ചു, കലാമണ്ഡലം ഗോപി ആശാൻ അനുഗ്രഹം നൽകണം എന്നുള്ള മട്ടിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതും അതേ തുടർന്ന് സംഭവം വിവാദമായപ്പോൾ മകൻ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും സുരേഷ് ഗോപിയെ ചൊല്ലി ഓരോ ദിവസവും പുതിയ ഇത്തരം വിവാദങ്ങളാണ് പുറത്തുവരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഒരു തരത്തിലും ഏഷില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന എല്ലാവരും പറയുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള സത്പ്രവൃത്തി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം സമൂഹത്തിൽ ഇടപഴകുന്ന രീതി, ഇതൊന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാരും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ പറയുന്നത്. എന്തായാലും ഇലക്ഷൻ കഴിയുന്നതുവരെ ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾ ഇനിയും തന്റെ മേൽ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂരെ സമ്മതിദായകർക്കിടയിലൂടെ തന്റെ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.